ദൈവതിരുനാമത്തിന് മഹത്വം. മറിയ ഗോസ്പൽ മിഷൻ്റെ മറ്റൊരു സന്ദേശത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യട്ടെ. ക്രൈസ്തവ ലോകത്ത് ഏറെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഗൗരവമേറിയ ഒരു വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായ വേദ പഠിപ്പിക്കലുകളുടെ ചിന്തകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. ലോകത്തിലുള്ള വിവിധ മതങ്ങളിൽ അടിസ്ഥാനപരമായി കാണപ്പെടുന്ന രണ്ട് പ്രധാന പ്രവണതകളാണ് ബഹുദൈവ വിശ്വാസവും വിഗ്രഹാരാധനയും. ഏകദൈവ വിശ്വാസം വെച്ച് പുലർത്തുന്ന യഹൂദ, ക്രിസ്ത്യൻ, ഇസ്ലാം മതങ്ങൾ ആകട്ടെ വിഗ്രഹാരാധനയോട് തികച്ചും അകലം പാലിക്കുന്നവരാണ്. എന്നാൽ കത്തോലിക്ക സഭ പള്ളികളിൽ രൂപങ്ങളെന്ന നിലയിൽ വണങ്ങുന്ന വിഗ്രഹങ്ങൾ അവ വിഗ്രഹങ്ങളല്ലെന്നും അവ രൂപങ്ങൾ മാത്രമാണെന്നും അവ പ്രതിദാനം ചെയ്യുന്ന വ്യക്തികളുടെ സ്മരണയ്ക്കായി മാത്രം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്നും മറിച്ചവ ആരാധനാ വസ്തുക്കളല്ല എന്നുമുള്ള വിചിത്രങ്ങളായ വാദങ്ങൾ ഉന്നയിക്കുന്നതായി കണ്ടുവരുന്നു. വിഗ്രഹാരാധനയെ സംബന്ധിച്ച് ഉപദേശപരവും ചരിത്രപരവുമായി ബൈബിൾ പഠിപ്പിക്കലുകളുടെ ഉള്ളടക്കങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. രൂപങ്ങൾ എന്ന പദത്തിന് ഇമേജ് എന്നും വിഗ്രഹം എന്ന പദത്തിന് ഐഡൽ എന്നും ആണ് ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഐഡൽ എന്ന പദത്തിന് നിന്നാണ് ഐഡലട്രി അഥവാ വിഗ്രഹാരാധന എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. ഇമേജും ഐഡലും തമ്മിൽ അർത്ഥവ്യത്യാസമുണ്ടെങ്കിലും വിഗ്രഹങ്ങളെല്ലാം രൂപങ്ങൾ ആകയാൽ രൂപങ്ങളിൽ നിന്ന് തന്നെയാണ് വിഗ്രഹങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. രൂപമില്ലാതെ ഒരു വിഗ്രഹമില്ല. ഏകദൈവ വിശ്വാസികളായ യഹൂദരും ക്രിസ്ത്യാനികളും ഇസ്ലാം മതക്കാരും വിഗ്രഹാരാധനയെ നിഷേധിക്കുന്നു എന്നതാണ് സാധാരണ കണ്ടുവരുന്നത്. മനുഷ്യരുടെ പാപചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് വിഗ്രഹവും വിഗ്രഹാരാധനയുമെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു എന്ന് വേദപുസ്തകം പറയുന്നു. വേദപുസ്തകം ആദിയോടന്തം സമർത്ഥിക്കുന്ന ആശയമാണ് പാപം ഉടലെടുക്കുന്നത് ഹൃദയത്തിൽ നിന്ന് ആണ് എന്നുള്ളത്. പ്രവൃത്തിയായി വെളിപ്പെടുന്ന മനുഷ്യൻ്റെ ഓരോ പാപത്തിൻ്റെ പിന്നിലും ഹൃദയത്തിൽ ഉടലെടുക്കുന്ന പാപചിന്തകളുടെ പ്രേരണ ഉള്ളതായി കാണുവാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തോടും ഉള്ള ബന്ധത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഭാവനകളും സങ്കല്പങ്ങളും അവയുടെ രൂപങ്ങളും മനുഷ്യനെ വഴിതെറ്റിക്കും എന്നറിവുള്ള ദൈവം കർശനമായി വിഗ്രഹാരാധനയെ നിരോധിച്ചു. യഹൂദ ജനതയ്ക്ക് ദൈവം സ്വന്തം കൈപ്പടയിൽ കൽപ്പനകളിൽ എഴുതി മോശയ്ക്ക് നൽകിയ 10 കൽപ്പനകളിൽ പ്രഥമ സ്ഥാനം അന്യദൈവങ്ങൾക്കും വിഗ്രഹാരാധകൾക്കും എതിരായ മുന്നറിയിപ്പായിരുന്നു എന്ന് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹമുണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു എന്ന് കാണുന്നു. ഇംഗ്ലീഷ് പരിഭാഷയിൽ ന്യൂ കിങ് ജെയിംസ് വെർഷൻ ഇപ്രകാരം പറയുന്നു: യു ഷാൽ നോട്ട് മേക്ക് യുവർ സെൽഫ് എ കാർവ്ഡ് ഇമേജ്, എനി ലൈക്ക്നെസ് ഓഫ് എനിത്തിങ് ദാറ്റ് ഈസ് ഇൻ ദ ഹെവൻ എബവ്, ഓർ ദാറ്റ് ഈസ് ഇൻ ദ എർത്ത് ബെനീത്ത്, ഓർ ദാറ്റ് ഈസ് ഇൻ ദ വാട്ടർ അണ്ടർ ദി എർത്ത്. യു ഷാൽ നോട്ട് ബോ ഡൗൺ ടു ദം nor serve them. For I, the Lord your God, am a jealous God, visiting the iniquity of the fathers upon the children to the 3rd and 4th generations of those who hate me, but showing mercy to thousands to those who love me
and keep my commandments. ബൈബിൾ വിഗ്രഹാരാധനയെ സംബന്ധിച്ച് നൽകുന്ന ആധികാരികവും വ്യക്തവും ശക്തവുമായ കൽപ്പനയാണിത്. ഇനി വിഗ്രഹാരാധനയുടെ ചരിത്ര പശ്ചാത്തലം എന്തെന്ന് പരിശോധിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം മരം, കല്ല്, ലോഹം എന്നിവയാൽ നിർമ്മിക്കുന്ന വിഗ്രഹത്തെ മാത്രമല്ല, ഭക്തൻ്റെ ഹൃദയത്തിൽ ദൈവത്തേക്കാൾ പ്രാധാന്യത്തോടെ സൂക്ഷിക്കുന്ന എന്തിനേയും വിഗ്രഹമായി കരുതുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള അചഞ്ചലമായ സ്നേഹത്തിൻ്റെ ആഴം പരിശോധിക്കുന്ന ദൈവം അബ്രഹാമിനോട് തൻ്റെ ഏകമകനെ മോറിയാമലയിൽ യാഗമർപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂപ്രയാണത്തിൽ തന്നെ അവർ വിഗ്രഹാരാധനയ്ക്ക് വശീകരിക്കപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ മോശ സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ താമസിച്ചതിനാൽ തങ്ങൾക്ക് മുമ്പായി നടക്കുവാനൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന് ജനം അഹരോനോട് ആവശ്യപ്പെടുന്നതായി കാണുന്നു. അഹരോൻ്റെ ആവശ്യപ്രകാരം ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അതിൽ നിന്ന് പൊൻകുണക്ക് പറിച്ച് അഹരോൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അഹരോൻ ഒരു കൊത്തുളി കൊണ്ട് രൂപം വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. അഹരോൻ അത് കണ്ടപ്പോൾ അതിനു മുൻപാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവമെന്ന് വിളിച്ചു പറഞ്ഞു. പിറ്റേന്നാൾ അവർ അതികാലത്തെഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാന യാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് 32-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഫറവോൻ്റെ അടിമത്തത്തിൽ കിടന്ന് നിലവിളിച്ച ജനത്തിൻ്റെ നിലവിളി കേട്ട് ഇറങ്ങി വന്ന യഹോവയായ ദൈവം അവർക്ക് കൊടുത്ത കൽപ്പനകളെ ഉപേക്ഷിക്കുകയും ആ ദൈവത്തെ ഉപേക്ഷിച്ച് ഒരു വിഗ്രഹമുണ്ടാക്കി അതിനെ നമസ്കരിക്കുകയും അവയാണ് തങ്ങളെ രക്ഷിച്ചതെന്ന് പറയുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഇസ്രായേലിയർക്ക് അധികകാലം ഇത്തരമൊരു പതനത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി വന്നില്ല. മനുഷ്യരെപ്പോഴും തെറ്റിപ്പോകുക എന്ന പ്രവണതയ്ക്ക് അധീനരാണെന്നതിന് ഇതിനേക്കാൾ നല്ലൊരു തെളിവ് വേറെ ആവശ്യമില്ല. ജനത്തെ നയിക്കുവാൻ നിയോഗിക്കപ്പെട്ട അഹരോൻ പറയുന്ന ന്യായവാദങ്ങളാണ് ഏറെ വിചിത്രം. ജനം തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിത്തരണമെന്നാവശ്യപ്പെട്ടപ്പോൾ താൻ അവരോട്, പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. അവർ അത് എൻ്റെ പക്കൽ തന്നു. ഞാനത് തീയിലിട്ടു. ഈ കാളക്കുട്ടി പുറത്തു വന്നു. ഇതാണ് അഹരോൻ പറഞ്ഞത്. ഇവിടെ ജനത്തെ നയിക്കേണ്ട പുരോഹിതൻ എത്ര ലാഘവത്തോടെ ജനത്തെ വഴിതെറ്റിക്കുകയും അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്നും ക്രൈസ്തവ സമൂഹങ്ങളിൽ കണ്ടുവരുന്ന പ്രവണതകൾ മറ്റൊന്നല്ല. ജനം കാളക്കുട്ടിയെ ചുമലിലേറ്റി ആർപ്പെട്ട് ആഹ്ലാദിച്ചു വരുന്ന കാഴ്ച കണ്ട മോശ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ എറിഞ്ഞുടച്ചു. കാരണം തൻ്റെ കയ്യിൽ ദൈവം നൽകിയ കൽപ്പനകളുടെ നഗ്നമായ ലംഘനമാണ് ജനം അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ദൈവകൽപ്പനയനുസരിച്ച് മോശയുടെ നിർദ്ദേശപ്രകാരം അന്ന് ഇസ്രായേലിൽ 3000 പേരെ കൊന്നുകളയുവാൻ ഇടയായി. ഇസ്രായേലിൽ അതിനു മുൻപും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇസ്രായേൽ മക്കൾ കാളക്കുട്ടിയുടെ വിഗ്രഹമുണ്ടാക്കി വണങ്ങിയത് യഹോവയായ ദൈവത്തിന് എത്രമാത്രം ക്രോധം ഉളവാക്കിയെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. എന്ന് മാത്രമല്ല, ഇനി ഇസ്രായേൽ ജനത്തിനു മുമ്പായി താൻ സഞ്ചരിക്കുകയില്ല എന്നുകൂടി ദൈവം അരുളി ചെയ്തു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത്, ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു, ആരും തൻ്റെ ആഭരണം ധരിച്ചതുമില്ല എന്നാണ്. തങ്ങൾ ധരിച്ചിരുന്ന ആഭരണങ്ങളാണ് യഹോവയെ ത്യജിച്ച് വിഗ്രഹമുണ്ടാക്കുവാനിടയാക്കിയത് എന്ന കുറ്റബോധം ജനത്തിൻ്റെ ഹൃദയത്തിലുണ്ടായി. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്തു ചെയ്യണമെന്ന് അറിയേണ്ടതിന് നീ നിൻ്റെ ആഭരണം നീക്കിക്കളക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. അങ്ങനെ ഹോരേബ് പർവ്വതത്തിങ്കൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല എന്ന് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ കാണുന്നു. പാപകാരണമാകുന്നതും മോഹം ജനിപ്പിക്കുന്നതുമായ വസ്തുക്കൾ വർജിക്കേണ്ടതാണ്
എന്ന വചന വെളിപ്പാടിൻ്റെ തിരിച്ചറിവിലാണ് വേർപാട് സഭകളിലെ വിശ്വാസികൾ ആഭരണം വർജിക്കുന്നത്. കേവലം ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയല്ല അവർ അങ്ങനെ ചെയ്യുന്നത്. പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം എന്ന പുതിയ നിയമോപദേശത്തിൻ്റെ അനുസരണമായാണ് ആഭരണവർജനം തങ്ങളുടെ ജീവിതശൈലിയായി അവർ സ്വീകരിച്ചത്. പാപവുമായി കോംപ്രമൈസ് ചെയ്യാത്തവർക്ക് ആഭരണം ധരിക്കുന്നവർ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്ന ചോദ്യങ്ങൾ തികച്ചും അപ്രസക്തവും അസ്വീകാര്യവുമാണ്. ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വം ആണെന്നുള്ള തിരിച്ചറിവ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നു. കാരണം പാപം ചെയ്യാതിരിക്കുക മാത്രമല്ല, പാപത്തിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കേണ്ടതും ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വവും ജാഗ്രതയുമാണ്. മലിനമായതിനെ വർജിക്കണം എന്ന പഴയ നിയമ നിർദ്ദേശങ്ങൾ കൂടുതലായി പുതിയ നിയമത്തിൽ പാലിക്കപ്പെടുക തന്നെ വേണം. എങ്കിൽ വിഗ്രഹത്തോടും അതിൻ്റെ സാഹചര്യങ്ങളോടും ഒരു ഭക്തൻ അകലം പാലിക്കേണ്ടത് ആവശ്യമാണ്. സ്ത്രീകളുടെ ആഭരണവർജനം മാത്രമല്ല, പാപ സാഹചര്യങ്ങളുമായുള്ള സമ്പർക്കം പുലർത്തുന്നതിൽ പുരുഷന്മാരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ലൗകിക ജീവിത സാഹചര്യങ്ങൾ വർജിക്കുന്ന പുരോഹിതന്മാർ ജനത്തെ ലോകസ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതുമാണ്. ബഹുദൈവ വിശ്വാസവും വിഗ്രഹാരാധനയും പ്രബലമായിരുന്ന റോമൻ സാമ്രാജ്യത്തിലാണ് പുതിയ നിയമസഭ ഉടലെടുക്കുന്നത്. വേഗത്തിൽ സഭ ലോകവുമായി താതാത്മ്യം പ്രാപിക്കുകയാണ് ഉണ്ടായത്. പഴയ നിയമ ഇസ്രായേലിൻ്റെ വീഴ്ച തന്നെയാണ് രൂപവണക്കത്തിലൂടെ പുതിയ നിയമ ക്രിസ്ത്യാനികൾക്കും സംഭവിച്ചത്. യെഹെസ്കേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം പ്രവാചകനെ കാണിക്കുന്ന ഇസ്രായേലിൻ്റെ മ്ലേച്ഛതകളിൽ ഉൾപ്പെടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആലയത്തിൻ്റെ ചുവരുകളിൽ ഇഴജാതികളുടെയും മൃഗങ്ങളുടെയും മറ്റു വിഗ്രഹങ്ങളുടെയും ചിത്രങ്ങൾ വരച്ചിരിക്കുന്നു. 2, അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുന്നു. ഇവ രണ്ടും ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ കണ്ടുവരുന്ന പ്രവണതകളാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ ഇസ്രായേലിന് സംഭവിച്ച വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി ഇതെഴുതിയിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. നാം ഈ ലോകത്തിൽ അധികമായി സ്നേഹിക്കുന്നതെന്തും നമ്മുടെ ഹൃദയത്തിൽ വിഗ്രഹമാകാം. അത് കുടുംബമോ സമ്പത്തോ പദവികളോ പള്ളിയോ ശുശ്രൂഷയോ എന്തുമാകാം. അവയെ നാം ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കുമ്പോൾ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.